മലപ്പുറം തിരൂരിൽ ചാർജ് ചെയ്യുന്നതിനിടെ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് വീട് പൂർണ്ണമായും കത്തുനശിച്ചെന്ന് കരുതിയ സംഭവത്തിൽ ട്വിസ്റ്റ്. പോലീസ് അന്വേഷണത്തിൽ വീട്ടുടമ അനധികൃതമായി സൂക്ഷിച്ച പടക്കവസ്തുക്കൾ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്ന് തെളിഞ്ഞു. ഇതോടെ വീട്ടുടമ തിരൂർ സ്വദേശി അബൂബക്കർ സിദ്ദിഖിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാർജ് ചെയ്യുന്നതിനിടെ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് വീട് പൂർണ്ണമായും കത്തുനശിച്ചെന്ന് കരുതിയ സംഭവത്തിലാണ് വഴിത്തിരിവുണ്ടായത്. വിവരങ്ങളുമായി ജിഷാദ് ചേരുന്നുണ്ട് മലപ്പുറത്തുനിന്ന്. ജിഷാദ്, ഇവിടെ മാധ്യമങ്ങളെയും പോലീസിനെയും അടക്കം തെറ്റിദ്ധരിപ്പിച്ചൊരു സംഭവമാണ്. അതായത് വീട്ടുടമ തയ്യാറാക്കിയൊരു തിരക്കഥ. ഇവിടെ പടക്കം അനധികൃതമായി സൂക്ഷിച്ച പടക്ക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായതാണ് ഈ സംഭവത്തിന് വീട് പൂർണ്ണമായും കത്തുനശിക്കാനുള്ള കാരണമെന്ന് എങ്ങനെയാണ് കണ്ടെത്താൻ കഴിഞ്ഞത്? കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 10:30-യോടെയായിരുന്നു ഓട്ടോ ഡ്രൈവറായ സിദ്ദീഖിന്റെ വീട് കത്തിനശിച്ചത്. പവർ ബാങ്ക് ചാർജ് ചെയ്യുന്നതിന്റെ ആണ് അപകടമെന്നാണ് കുടുംബം പറഞ്ഞിരുന്നത്. ഈ കുടുംബം പുറത്തുപോയ സമയത്തായിരുന്നു ഈ അപകടം നടക്കുന്നത്. വലിയ ശബ്ദത്തോടെ തീ പടരുന്ന ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരും പ്രദേശവാസികളും ചേർന്ന് വെള്ളം എടുത്ത് ഈ തീ അണക്കുകയായിരുന്നു. തുടർന്ന് തിരൂർ ഫയർഫോഴ്സിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്ത് എത്തിയാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കുന്നത്. വീട്ടിലുണ്ടായിരുന്ന അതായത് കുട്ടികളുടെ പുസ്തകങ്ങൾ, അതുപോലെ തന്നെ അലമാരിൽ സൂക്ഷിച്ചിരുന്ന രേഖകളും വസ്ത്രങ്ങളും അടക്കം പൂർണ്ണമായും കത്തി നശിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഈ വീട്ടുടമ സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ്, അതായത് നമ്മളടക്കം ഈ സ്റ്റോറി കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. വീട്ടിൽ സൂക്ഷിച്ച പവർ ബാങ്ക്, അതായത് ചാർജ് ചെയ്യുന്നതിന്റെ പവർ ബാങ്ക് ചാർജിലിട്ടിരുന്നു. ഈ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ചാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് ഈ അബൂബക്കർ സിദ്ദീഖ് നമുക്കടക്കം ബൈറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോറിയിൽ. അതിനുശേഷം ഈ സംഭവം പോലീസ് അന്ന് തന്നെ മുഖവിലേക്ക് എടുത്തിരുന്നില്ല. അതായത് അബൂബക്കർ സിദ്ദീഖിന് ഇതിനു മുമ്പും ഈ പടക്കം സൂക്ഷിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. കഴിഞ്ഞ പെരുന്നാളിന് സൂക്ഷിച്ച പടക്കമാണ് ഈ അപകടത്തിലേക്ക് കാരണമാകുന്നതെന്ന് കണ്ടെത്തി. തുടർന്ന് അതായത് ഫോറൻസിക് വിദഗ്ധർ അടക്കം ഈ സ്ഥലത്ത് വന്ന് പരിശോധന നടത്തി. തുടർന്നാണ് ഈ അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിൽ നിന്ന് ഈ പടക്കം പൊട്ടിത്തെറിച്ചാണ് ഈ അപകടം ഉണ്ടായതെന്ന് പോലീസ് കണ്ടെത്തുന്നത്. ഇന്നലെ അബൂബക്കർ സിദ്ദീഖിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് വിശദമായി ചോദ്യം ചെയ്തു. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് പറയുന്നത് ഈ വീട്ടിൽ പടക്കം പൊട്ടിത്തെറിച്ചായിരുന്നു അപകടം ഉണ്ടായത്, പവർ ബാങ്ക് ആയിരുന്നില്ല. കാരണം മാധ്യമങ്ങളെ അടക്കം ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായി. കാരണം എല്ലാവരും ഈ സാധനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പടക്കം അനധികൃതമായി സൂക്ഷിച്ചാൽ ജയിൽ ഉൾപ്പെടെയുള്ള ശിക്ഷകൾ ലഭിക്കുന്ന ഈ അബൂബക്കർ സിദ്ദീഖിന് മുന്നേ അറിയാം. അത് കാരണം തന്നെയാണ് അബൂബക്കർ സിദ്ദീഖ് ഇത്തരത്തിലൊരു തിരക്കഥ തയ്യാറാക്കി നാട്ടുകാരെ മൊത്തത്തിൽ പൊട്ടന്മാരാക്കിയത്. എന്തായാലും അബൂബക്കർ സിദ്ദീഖിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റിമാൻഡിലാണ്. ജിഷാദ്, ഇവിടെ ഇങ്ങനൊരു പ്രത്യേകിച്ച് അനധികൃതമായി പടക്കം സൂക്ഷിച്ചാൽ ഗുരുതരമായ വകുപ്പുണ്ടാകും. അതെന്തിനാണ് ഇയാൾ അവിടെ സൂക്ഷിച്ചത്? ഈ പടക്കം എന്തിനാണ് ഇങ്ങനെ സൂക്ഷിച്ചത്? മറ്റെന്തെങ്കിലും ഇതിനു മുൻപ് ഇതുപോലുള്ള കേസുകളിൽ പിടിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഈ അബൂബക്കർ സിദ്ദീഖ്. എന്തിനാണ് ഇയാൾ അവിടെ പടക്കം സൂക്ഷിച്ചതെന്ന കാര്യത്തിൽ വ്യക്തമായൊരു മറുപടി പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അബൂബക്കർ സിദ്ദീഖ് ഇത്തരത്തിൽ പടക്കം സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്നുണ്ടെന്ന് രഹസ്യാന്വേഷണ അതായത് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള പോലീസ് ടീം കണ്ടെത്തിയിരുന്നു. കാരണം ഇതിനായിട്ട് അബൂബക്കർ സിദ്ദീഖ് അതായത് കടക്ക് ലൈസൻസ് ലഭിക്കുന്നതിനായി ഈ അബൂബക്കർ സിദ്ദീഖ് ലൈസൻസ് അടക്കം സമർപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. എന്തായാലും ഈ അപകടം പവർ ബാങ്ക് പൊട്ടിത്തെറിച്ചെന്നായിരുന്നു നാട്ടുകാരെയും അതുപോലെ തന്നെ മീഡിയാസിന്റെ അടുത്തും ഈ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞിരുന്നത്. എന്തായാലും ഇതിലാണ് ഇപ്പോൾ അബൂബക്കർ സിദ്ദീഖിനെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ പടക്കം പൊട്ടിത്തെറിച്ചാണ് അപകടം ഉണ്ടായതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വ്യക്തമാണ്. ജിഷാദാണ് തിരൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ചാർജ് ചെയ്യുന്നതിനിടെ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് വീട് പൂർണ്ണമായും കത്തുനശിച്ചെന്ന് കരുതിയ സംഭവത്തിലാണ് വൻ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്.